ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടുക്കലിലാണ്. ദിണ്ടുക്കൽ ജില്ലയിലാണ് നിൽക്കുന്നത്. ദിണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ദിണ്ടുക്കൽ എന്ന് പറയുന്നത് കൊടൈക്കനാലെല്ലാം വരുന്നത് ദിണ്ടുക്കൽ ജില്ലയിലാണ്. അപ്പോൾ ഞാൻ ഈ ദിണ്ടുക്കലിലേക്ക് വന്നത് വളരെ യാദർശികമായിട്ടാണ്. കാര്യം ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തത് കൊല്ലത്തുനിന്ന് മധുരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. കൊല്ലത്തുനിന്ന് മധുര വരെ പോകുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 325 രൂപയായിരുന്നു. അങ്ങനെ ഈ ദിണ്ടുക്കൽ വഴിയാണ് മധുരയ്ക്ക് പോകുന്നത്. ദിണ്ടുക്കൽ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ കുറച്ചധികം നേരം ഇവിടെ പിടിച്ചിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ ദിണ്ടുക്കൽ ഇറങ്ങാം, ദിണ്ടുക്കൽ ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ മധുര പോയിട്ട് മധുര വഴി ബോഡിനായ്ക്കന്നൂർ പോയിട്ട് ബോഡിനായ്ക്കന്നൂർ വഴി മൂന്നാർ വഴി കറങ്ങി തിരിഞ്ഞ് നാട്ടിൽ വരാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ദിണ്ടുക്കൽ നിന്ന് ബോഡിനായ്ക്കന്നൂർ പോയിട്ട് അതുവഴി മൂന്നാർ വരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യണം. എന്ന് പറയുമ്പോൾ വീട്ടിനടുത്തുള്ള ചെറിയ സ്ഥലങ്ങളിലെല്ലാം ട്രെയിനിലൊക്കെ ഒന്ന് പോയി നോക്കണം. എന്ന് പറയുമ്പോൾ ട്രെയിൻ പോകുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിലൊന്ന് പോയി നോക്കണം. കാര്യം ട്രെയിനിൽ പോകാനുള്ള ആ ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യത്തെ യാത്ര ട്രെയിൻ യാത്രയാകുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. കാര്യം ഏത് ട്രെയിനാണ്, ഏത് കമ്പാർട്ട്മെൻറ്റാണ്, അങ്ങനെയൊക്കെ കയറാൻ വേണ്ടിയിട്ടൊരു ടെൻഷൻ കാണും. അങ്ങനത്തെ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങളെപ്പോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെ കണ്ടിട്ട് ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാര്യം യാത്ര നടക്കും, പക്ഷേ ടെൻഷനായിരിക്കും. എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏത് സ്റ്റേഷനിലാണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, പ്ലാറ്റ്ഫോം ഏതാണ്, അങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ കാണും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ യാത്രകൾ, വീട്ടിനടുത്തുനിന്നൊരു 40-50 കിലോമീറ്ററൊക്കെ പോകേണ്ട സ്ഥലങ്ങൾ കാണുമല്ലോ. ബസ്സിൽ പോകാനുള്ള ഓപ്ഷനും കാണും, ട്രെയിനിൽ പോകാനുള്ള ഓപ്ഷനും ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോയി ശീലിക്കുക. അപ്പോഴെന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം നോട്ട് ചെയ്തുകൊള്ളുക. ട്രെയിനിൽ യാത്ര ചെയ്ത് ശീലിക്കുക, നല്ല ലാഭമാണ്. അപ്പോഴെന്തായാലും നമുക്ക് ദിണ്ടുക്കൽ പരിസരത്തുനിന്ന് ഇവിടെ ആയിട്ട് ദിണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് ഇവിടെ ആയിട്ടൊരു അമ്പലം കാണാം. തമിഴ്നാടിൻ്റേതായ തനത് ശൈലിയിലുള്ളൊരു അമ്പലമാണ്. ഇതാ കണ്ടില്ലേ, ചുമപ്പും വെള്ളയും മതിലല്ല, റെഡും ഐവറി കളറുമാണ്. എന്തായാലും ഈ ഒരു അമ്പലം കൊള്ളാം. ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ ഒരു പൂക്കച്ചവടമൊക്കെ ആയിട്ട്. പൂ കച്ചവടം ചെയ്യുന്ന ആരെയും കാണുന്നില്ല, എന്നാലും ആ പൂവെല്ലാം വെച്ചിട്ടിരിക്കുന്നത് കാണാൻ ഒരു അമ്പല വൈബുണ്ട്. റെയിൽവേ സ്റ്റേഷന് മുന്നേ തന്നെ ഇതാ കണ്ടില്ലേ വെജിറ്റേറിയൻ ഹോട്ടലും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഈ കാണുന്ന ദിണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂമും അങ്ങനത്തെ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പെയ്ഡ് വെയിറ്റിംഗ് റൂം എല്ലാം ഉണ്ട്. 20 രൂപയാണ് ചാർജ് ഒരു മണിക്കൂറത്തേക്ക്. അതേപോലെ ക്ലോക്ക് റൂമും ഉണ്ട് 15 രൂപയ്ക്ക്. ബാഗ് ഞാൻ വെക്കുന്നില്ല, ബാഗ് ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ്. കാര്യം ഞാൻ തിരികെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോഴെന്തായാലും ഞാൻ നടന്ന് പോവുകയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലത്തെ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല. ഞാൻ മുൻപ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇപ്പോഴും വിചാരിക്കുന്നത് വേറെ എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്നാണ്. എന്തായാലും നമുക്ക് നടന്ന് അവിടെ ആയിട്ടൊരു ഓവർ ബ്രിഡ്ജ് കാണാം. അതിനടുത്തായിട്ട് ഏതെങ്കിലും ഹോട്ടലുണ്ടോ നോക്കാം. അതിനടുത്ത് നിന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സെല്ലാം അവിടെ വരുമെന്നാണ് പറഞ്ഞത്. ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സെല്ലാം അങ്ങോട്ടേക്ക് വരും. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെയുള്ള റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാമായിട്ട് ഇഡ്ലിക്കടയും അങ്ങനത്തെ കടകളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ തട്ടുകടകളൊക്കെയാണ്. ഭയങ്കര വെയിൽ, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ ഭയങ്കര വെയിൽ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഓവർ ബ്രിഡ്ജ്, ആ ഒരു ഫ്ലൈ ഓവറിനടുത്ത് എത്തിയിരിക്കുവാണ്. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തെ എവിടെയായിട്ട് ATM കൗണ്ടറെല്ലാം ഉണ്ട്. നേരെ നമ്മൾ നടന്ന് വരുന്നത് ഒരു മുസ്ലിം പള്ളിക്കടുത്തായിട്ടാണ് കേട്ടോ. യെസ്, അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു ഫ്ലൈ ഓവറിന് താഴെ എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ടുമുണ്ട് ഇഡ്ലിക്കടയും ദോശക്കടയും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഈ ഒരു ഇഡ്ലിക്കടയിൽ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുവാണ്. ഇഡ്ലി 8 രൂപ, പൂരി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയൊരു തട്ടുകടയാണ്. യെസ്, അങ്ങനെ നമുക്ക് ഇഡ്ലി വട കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഇരുന്ന് കഴിക്കാം. കുടമെല്ലാം വെച്ചിരിക്കുന്നതൊക്കെ ചൂടുണ്ട് കേട്ടോ, ഇഡ്ലിക്ക് ചൂടുണ്ട്. നല്ല ഫ്രഷാണ് സാധനം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നല്ല മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ്, കൊള്ളാം. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ വന്ന ട്രെയിനിൻ്റെ സമയം പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിലാണ് വന്നത്. അമൃത എക്സ്പ്രസ് എല്ലാ ദിവസവും ഉള്ള വണ്ടിയാണ്. രാത്രി 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേ ദിവസം 10 മണിയാകുമ്പോൾ മധുരയിലെത്തും. ഈ ദിണ്ടുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 8 മണി 8:30 ആ ഒരു സമയം അടുപ്പിച്ചെത്തും. അപ്പോഴതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നല്ല നീറ്റാണ്. അമൃത എക്സ്പ്രസ് നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്. അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. ആ ട്രെയിൻ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകളെയും എല്ലാവരെയും നമുക്ക് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. കാര്യം നല്ല പോലെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോഴങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ബ്രിഡ്ജിന് താഴെ കൂടെ പോകുമ്പോൾ ഈ ബ്രിഡ്ജ് തീരുന്ന ഭാഗത്തായിട്ട് ബസ് നിർത്തുന്ന സ്ഥലമുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോഴെന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയായിട്ട് നോക്കേ, ഒരു പഴയ ഒരു ബിൽഡിംഗ്, അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. വെയിൽ രാവിലെ തന്നെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. ഇപ്പോഴും സമയം രാവിലെ 10:10 ആയിട്ടുണ്ട്. കണ്ടില്ലേ, വാച്ച്, ക്ലോക്ക് കട അതിൻ്റെ എല്ലാം അവിടെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് 10:10 എന്നുള്ള സമയമല്ലേ. അതേപോലെ 10:10 ആയിട്ടുണ്ട് സമയം. അത് രാവിലെ 10:10 ആയിരിക്കുമോ അതോ രാത്രി 10:10 ആയിരിക്കുമോ, ഏതായിരിക്കും ആ 10:10? ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് വേദ എന്ന് പറഞ്ഞിട്ടൊരു പാൽ
ഞാൻ സാധാരണ തമിഴ്നാട്ടിൽ വരുമ്പോൾ കാണുന്ന പാൽ ആവിൻ എന്ന് പറഞ്ഞൊരു പാലുണ്ട്, അതായിരിക്കും സാധാരണ കാണുന്നത്. പക്ഷേ ഇവിടെ വേദ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ സത്യത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലേ പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നുപോയി, ചായ കുടിച്ചില്ല. അതായത് ഇവിടെ ടീയുടെ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്കും അത് ഓർത്തത്. ഇതെവിടെയായിട്ട് നോക്കി ഏതോ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു കുറച്ചധികം ചായകൾ. യെസ്, അങ്ങനെ എൻ്റെ ചായ കിട്ടിയിട്ടുണ്ട്. നാട്ടുചക്കര ടീ. അടിപൊളി ചായ കേട്ടോ, സൂപ്പർ ചായ. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചു. നാട്ടുചക്കര ചായ, നാട്ടുചക്കര ടീ. അങ്ങനെ 15 രൂപയാണ് നാട്ടുചക്കര ടീ. അങ്ങനെ ചായ കുടിച്ചിട്ട് വന്നപ്പോഴേ ഇവിടെയായിട്ട് സന്തൈ റോഡ് എന്ന് പറഞ്ഞൊരു റോഡ് കാണാം. ചന്ത റോഡാണ്. അങ്ങോട്ടേക്ക് പോകുന്നത് മാർക്കറ്റ് റോഡാണ്. ഇവിടെ തിങ്കളാഴ്ച ദിവസമാണ് ചന്ത കൂടുന്ന ദിവസം. നമുക്കൊരു ദിവസം വരാം. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ്. ഒരു ദിവസം നമുക്ക് തിങ്കളാഴ്ച വരാം, എന്നിട്ട് മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങാം. ഇവിടെ നിന്നും തേനി 82 കിലോമീറ്റർ, മധുരൈ 65 കിലോമീറ്റർ. കണ്ടില്ലേ, എവിടെയായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തേനി വഴിയാണ് ബോഡിനായ്ക്കന്നൂരേക്ക് പോകുന്നത്. എന്തായാലും നമുക്ക് ഓരോരോ വഴികളിലൂടെ ബോഡിനായ്ക്കന്നൂരേക്ക് പോകാം. അതുവഴി മൂന്നാറേക്കും പോകാം. മൂന്നാറേക്ക് പോകുന്ന വീഡിയോ ചിലപ്പം ഈ വീഡിയോയിൽ കാണില്ല, അടുത്ത വീഡിയോ ആയിരിക്കും. ഇവിടെയായിട്ട് നമുക്ക് പേരക്കയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, ചെറിയൊരു സ്കൂട്ടർ. അങ്ങനെ ഞാൻ ഈ പേരക്ക എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്ന് അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു തമിഴ്നാട് വൈബുള്ളൊരു അമ്പലം കാണാം. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരം വരെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ആ ഒരു വഴി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഫീലുണ്ട്. അങ്ങോട്ടേക്കൊന്ന് നടന്നിട്ട് വരാം. പാമ്പാട്ടി ലൈൻ. ഓക്കെ, പാമ്പാട്ടി. ആ ഒരു പേര് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ, പാമ്പാട്ടി ലൈൻ. ഇങ്ങോട്ടേക്ക് പോകുന്നത് പാമ്പാട്ടി ലൈനാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ നടന്ന് ആ ഒരു ഞാൻ പറഞ്ഞ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അതിന് ഫ്രണ്ടിലായിട്ട് വാഴയിലയും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ആ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. ശ്രീ വരദരാജ പെരുമാൾ കോവിൽ. അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും വേറൊരു അമ്പലം എല്ലാം കാണാം. അവിടെ ആയിട്ടൊരു പശുവെല്ലാം നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചന്ത റോഡെന്ന്. ഇവിടെയൊക്കെ ആയിട്ട് മാർക്കറ്റെല്ലാം ചെറുതായിട്ട് ഓണായിട്ടുണ്ട്. എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ദിവസമാണ് ശരിക്കും മാർക്കറ്റിൻ്റെ ആക്റ്റീവ് ദിവസം. എന്നാലും ഇന്നും മാർക്കറ്റ് ഓണാണ്. ഇതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞത്, ഒരു പശുവെല്ലാം നിൽക്കുന്നത്. ഇവിടെയും ഒരു അമ്പലം എല്ലാം കാണാം. ഞാൻ ഈ അമ്പലവും ഈ ഒരു തമിഴ്നാട് വൈബെല്ലാം കണ്ടപ്പോൾ ഈ ഒരു വഴിയിലൂടെ നടന്നു വന്നതേ ഉള്ളൂ. നമുക്ക് തിരികെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. അങ്ങനെ ഞാൻ തിരികെ നടന്നപ്പോൾ ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ നോക്കി അരിയും അങ്ങനത്തെ ധാന്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. അരി മാത്രമേ ഉള്ളൂ. ആ ഒരു പാത്രം കാണാൻ നല്ലൊരു പ്രത്യേകതയുണ്ടല്ലേ. അങ്ങനെ ഞാൻ ചന്ത റോഡിനകത്തേക്ക് ജസ്റ്റ് നടന്നതിന് ശേഷം തിരികെ വന്ന് മെയിൻ റോഡിൽ നിൽക്കുവാണ്. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും കണ്ടില്ലായിരുന്നു ഒരു ഫ്ലൈ ഓവർ. ആ ഫ്ലൈ ഓവറിന് മുകളിലൂടെ ബസ് ഇങ്ങനെ താഴേക്ക് വരും. യെസ്, അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇതാ ഒരു ബസ് വരുന്നുണ്ട്. ഈ ബസ്സിൽ കയറി നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. യെസ്, അങ്ങനെ ഞാൻ ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ നോക്കി നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബസ് വന്ന് നിൽപ്പുണ്ട്. അങ്ങനത്തെ പല ബസ്സുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സുണ്ട്. കോയമ്പത്തൂർ, ചെന്നൈ, മധുരൈ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സുണ്ട്. വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് ബസ്സുകൾ വരുന്ന വലിയൊരു ബസ് സ്റ്റാൻഡാണ് ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ബോഡിനായ്ക്കന്നൂർ, മൂന്നാർ അങ്ങോട്ടേക്കെല്ലാം പോകാൻ ബസ്സുകളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് തേനി വഴി ബോഡിനായ്ക്കന്നൂർ അങ്ങനെയൊക്കെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് പോകാനുള്ള ബസ് നോക്കാം, എന്നിട്ട് ബസ്സിൽ കയറി വിടാം. എനിക്ക് ഈ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ തോന്നുന്നത്, ഞാൻ മുൻപൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജോലാർപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയായിരുന്നു. അവിടുത്തെ ബസ് സ്റ്റാൻഡ് ഏകദേശം ഇതേപോലെയാണ് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലങ്ങളിലേക്ക് ബസ്സുണ്ടെന്ന്. ഈ ബസ്സെല്ലാം തിരിച്ചു പോകുന്ന ബസ്സാണ്. അവിടെയായിട്ട് ദിണ്ടുക്കൽ പോകുന്ന ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. ആ കാണുന്നത് ദിണ്ടുക്കൽ പോകുന്ന ബസ്സാണ്. അയ്യോ അല്ലല്ല, ദിണ്ടുക്കൽ നമ്മൾ നിൽക്കുവാണല്ലോ. ദിണ്ടുക്കൽ വന്ന ബസ്സാണത്. പെട്ടെന്ന് ബോർഡ് വായിച്ചിട്ടേ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇതെവിടെയായിട്ട് 2 ബസ്സുകൾക്ക് നടുക്കായിട്ട് നോക്കേ ഒരു കാളവണ്ടി. ഇതെന്താ സംഗതി എന്ന് വെച്ചാലേ, ഇവിടെ വെള്ളം കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതെന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുണ്ടല്ലേ. ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന വണ്ടിയാണിത്. ഇതിന് ബാക്കിലായിട്ട് വലിയൊരു ടാങ്കുണ്ട്. അതിൽ നിന്നും കടകളിലേക്കെല്ലാം വെള്ളം എടുക്കുവാണ്. അതെന്തായാലും ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അങ്ങനെ ഞാനിവിടെ ചോദിച്ചു തേനി, ബോഡിനായ്ക്കന്നൂർ അങ്ങോട്ടേക്കെല്ലാം പോകുന്ന ബസ് എവിടെയാണ് നിർത്തുന്നതെന്ന്. അപ്പോൾ ഇതിനപ്പുറത്തെ സൈഡിലേക്കാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അപ്പുറത്തേക്ക് പോകാം. പോകുന്ന വഴിയിലെല്ലാം എന്താ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള റോസാപ്പൂ എല്ലാം വെച്ചിട്ടുണ്ട്. റോസല്ല, കൊള്ളാം അല്ലേ. എവിടെ ഇത് വില? 40 രൂപ. 40 രൂപയാണ് വില. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിനകത്ത് കണ്ടൊരു കാഴ്ചയാണ്. സാധാരണ ഇങ്ങനത്തെ ഈ ഒരു മെഷീൻ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാം അന്യം നിന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് നോക്കുന്ന മെഷീനാണ്. കണ്ടില്ലേ, 2 രൂപ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് നോക്കാം. ഇത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നി. അതാണ് ഒന്ന് കാണിച്ചത്. ഇവിടെ കുടിവെള്ളം എല്ലാം വെച്ചിട്ടുണ്ട്.
ആ ബസ്സിനടുത്തേക്ക് നോക്കേ, തണ്ണിമത്തനും പൈനാപ്പിളൊക്കെ ആയിട്ടൊരു കച്ചവടം ചെയ്യുന്ന ചേട്ടൻ വിൻഡോ സീറ്റിലേക്കെല്ലാം അത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബസ് യാത്രയിൽ നമ്മൾ ഇതേപോലത്തെ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ കാളവണ്ടിയിൽ കാണിച്ചില്ലായിരുന്നോ വാട്ടർ ടാങ്ക്? അതേപോലെ സത്യത്തിൽ ഇതിൻ്റെ ഒരു മാതൃകയിലാണ് ആ ഒരു കാളവണ്ടിയിൽ കൊണ്ടുപോകുന്നത്. കാളവണ്ടിയിൽ വെച്ചിരിക്കുന്നത് ചെറിയൊരു വീപ്പയാണ്. ഇതിലെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നത് വീപ്പ എത്ര ലിറ്റർ കാണുമായിരിക്കാം? അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് കമ്പം, കുമളി ആ ഒരു ഭാഗത്തേക്കെല്ലാം പോകുന്ന ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. കമ്പം, കുമളി, ബോഡി എന്ന് പറയുമ്പോൾ ബോഡി നായ്ക്കന്നൂർ അങ്ങോട്ടേക്കെല്ലാം പോകുന്ന ബസ് ഇവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ബസ് കുമളിക്ക് പോകുന്ന ബസ്സാണ്. അങ്ങനെ എന്തായാലും ഞാൻ ഈ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. കുമളിക്ക് പോകുന്ന ബസ്സാണിത്. ഞാനിതിൽ കയറി തേനിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. തേനിയിൽ ഇറങ്ങിയിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. ഇവിടെ നിന്ന് 75 കിലോമീറ്റർ ഉണ്ട് തേനിക്ക്. അങ്ങനെ നമ്മുടെ ബസ് ദിണ്ടുക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. കുമളിക്ക് പോകുന്ന ബസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നല്ല വെയിലടിക്കുന്നുണ്ടെന്ന്? നല്ല വെയിലടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. ഇപ്പോഴും കുറച്ച് തണലടിക്കുന്നുണ്ട്. കാര്യം ഇവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ എല്ലാം ആ ഒരു ഷെയ്ഡ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. എന്നാലും ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. ഞാനിരിക്കുന്ന സൈഡിൽ വെയിൽ അടിക്കുന്ന സൈഡാണ്. പിന്നെ ഇനിയിപ്പോഴും ഞാനിവിടെ നിന്ന് മാറുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. കാര്യം ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ വെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വരും. അപ്പോഴും നമ്മൾ മാറി ഇരുന്നിട്ട് കാര്യമില്ല. ഹോണടി ഒരു രക്ഷയില്ലാത്ത ഹോണടിയാണ്. അപ്പോഴെന്തായാലും നമുക്ക് മുന്നിലേക്ക് തന്നെ യാത്ര ചെയ്യാം. ഇവിടെ ഏതെടുത്താലും 180, അങ്ങനെ ഏതെടുത്താലും 180 എന്നുള്ള ബോർഡൊക്കെ കണ്ടായിരുന്നു. ഈ കാണുന്നത് രാജരാജേശ്വരി ഹോസ്പിറ്റലാണ്. പെട്ടെന്ന് കഴിഞ്ഞു പോയി. അങ്ങനെ ഓരോരോ കാഴ്ചകൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ബസ്സിന് റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിണ്ടുക്കൽ ഫോർട്ട് കാണാം. പക്ഷേ നമുക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്. അതുവഴിയാണോ ബസ് പോകുന്നതെന്ന് അറിയാൻ വയ്യ. നമുക്ക് നോക്കാം. ചെറിയൊരു ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ബസ്സിൽ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇവിടെ നിന്നും തേനി വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 66 രൂപയാണ്. ഇല്ല, നമുക്ക് ഫോർട്ട് കാണാൻ പറ്റിയില്ല. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ വീഡിയോയിൽ അത് കണ്ടില്ലല്ലോ. എന്തായാലും നമുക്ക് അത് കണ്ടില്ലെങ്കിലും പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അതെല്ലാം കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. എന്തായാലും വഴിയോര കച്ചവടങ്ങളെല്ലാം ബസ്സിൻ്റെ വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. ഓരോരോ ബസ് സ്റ്റോപ്പിലും ആൾക്കാർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഓരോരുത്തർ ബസ്സിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. ഈ അമ്മ എന്തൊക്കെയോ ചോദിച്ചായിരുന്നു ബസ്സിൽ. ഇത് അവർ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണോ എന്ന് ചോദിച്ചതാണ്. അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ബസ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ടൗണിൻ്റെ ആ ഒരു വൈബെല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഓണാക്കാം. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് വളരെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആ ഒരു ടൗണിൻ്റെ വൈബെല്ലാം മാറി. ഇപ്പോൾ തമിഴ്നാടിൻ്റേതായ ഒരു ടിപ്പിക്കൽ തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വിജനമായ കുറച്ചധികം സ്ഥലങ്ങളും അതിവിശാലമായ ഗ്രൗണ്ട് പോലത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും വിജനതയെന്ന് പറയാൻ പറ്റില്ല. കടകളും കാര്യങ്ങളും എല്ലാം അങ്ങിങ്ങായിട്ടുണ്ട്. എന്നാലും ടൗണിൻ്റെ ആ ഒരു പ്രദേശത്ത് നിന്ന് മാറി ഇപ്പോൾ കുറച്ചൊന്നും ഒറ്റപ്പെട്ട സ്ഥലത്തൂടെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ദൂരമായിട്ട് വന്നതൊന്നുമില്ല. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദിണ്ടുക്കൽ ടൗണാണ്. അതായത് ടൗണിൽ നിന്ന് കുറച്ച് വന്നപ്പോഴത്തേക്കും തന്നെ ആ ഒരു ടൗണിൻ്റെ രീതിയെ മാറി മൊത്തത്തിലൊരു ഗ്രാമത്തിലേക്ക് വന്നതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഇതുവഴിയിലൂടെയുള്ള ബസ് യാത്ര ഒരു പ്രത്യേക ഫീലുണ്ട്. അവിടെ ദൂരെയായിട്ട് ഒരു മലനിര കാണാം. അതെനിക്ക് തോന്നുന്നു കൊടൈക്കനാൽ ഹില്ലാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ ദൂരെയായിട്ട് കാണുന്നത്? ആ വഴിയൊക്കെ കൊടൈക്കനാൽ പോകുന്ന വഴി ആയിരിക്കാം. എന്തായാലും റോഡ് നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. അങ്ങനെ ബസ് വളരെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 59 കിലോമീറ്ററേ ഉള്ളൂ തേനിയിലേക്കുള്ള ദൂരം. കിലോമീറ്ററുകളെല്ലാം പറന്നാണ് പോകുന്നത്. കാര്യം നല്ല റോഡായതുകൊണ്ട്. ഇവിടെ എന്തായാലും കുറച്ച് പൂക്കടകളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് ഏതോ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാണുമായിരിക്കാം. ഇതവിടെ ഒരു ബിരിയാണി ചെമ്പെല്ലാം വെന്ത് ഇരിക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സെമ്പട്ടി എന്ന് പറയുന്ന സ്ഥലമാണിത്. അങ്ങനെ സെമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തൊരു ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലെക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ചെമ്പട്ടി. ഇതേപോലെ ടൗണിൽ നിന്ന് യാത്ര പുറപ്പെടും. വീണ്ടും കുറച്ചധികം വിജനമായ സ്ഥലത്തൂടെ വരും. വീണ്ടും ടൗണെത്തും. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ പൊതുവെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും ഒരു ഘടന. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ എല്ലാം മുന്തിരിത്തോപ്പുകൾ. ഇതവിടെയായിട്ട് കാണുന്നത് മുന്തിരിത്തോപ്പാണ്. തേനി ആ ഭാഗത്തെല്ലാം കൂടുതലായിട്ട് മുന്തിരിത്തോപ്പാണുള്ളത്. തേനി, കമ്പം അങ്ങോട്ടേക്കെല്ലാം ധാരാളം മുന്തിരിത്തോപ്പുകളുണ്ട്. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
ഇത് അവിടെ ദൂരമായിട്ട് നോക്കി അവിടെ എല്ലാം പൂക്കൃഷിയൊക്കെ കാണാം. വണ്ടി പെട്ടെന്ന് പോകുന്നുണ്ട്, അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും അങ്ങോട്ടൊരു കളർ കാണുന്നില്ല, അതാണ് പൂക്കൃഷി. ജമന്തി പൂക്കളൊക്കെയാണ്. ഇവിടെ എല്ലാം റോഡിൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബൈപ്പാസിൻ്റെ വർക്കെല്ലാം നടക്കുകയാണ്. അങ്ങനെ പലതരം കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ വഴിയിലൂടെ യാത്ര ചെയ്യാം. നല്ല കാറ്റ് ബസ്സിനകത്തേക്ക് അടിക്കുന്നുണ്ട്. ചിലപ്പോൾ മൈക്കിൽ ക്ലിയറായിട്ട് വോയിസ് കിട്ടുമെന്ന് അറിയില്ല. ഭൂന്ന് കാറ്റടിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴൊരു മലനിരയ്ക്ക് സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ടില്ലേ, അവിടെ ആയിട്ടൊരു മലനിര കാണാം. അതിൻ്റെ സമാന്തരമായിട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാമായിട്ട് തെങ്ങും തോപ്പും അതേപോലെയുള്ള പലതരം കൃഷികളാണ്. ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത്. എല്ലായിടത്തും കൃഷിയിടങ്ങൾ കാണാം. കൃഷിയിടങ്ങളിലെല്ലാം ആ വെയിലത്ത് ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതെല്ലാം കാണാം. അങ്ങനെ നമ്മുടെ ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഞാനിങ്ങനെ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. ഞാൻ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഇരുന്നത്. ബസ്സിൽ ഇഷ്ടംപോലെ സീറ്റ് ഉള്ളത് കൊണ്ട് ഈ സൈഡിലേക്ക് വന്നു. ഈ ഭാഗത്തായിട്ട് മലനിരകളെല്ലാം കുറച്ചുകൂടെ നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ടില്ലേ, വലിയ വലിയ മലനിരകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. ഈ സൈഡിലിരുന്ന് നോക്കാം കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലതുപോലെ കാണാൻ പറ്റുമോ എന്ന്. കൂടുതലും തെങ്ങുംതോപ്പാണ്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ഏക്കറുകളിൽ തെങ്ങുംതോപ്പ് വരിയായിട്ട് കാണാം, നിരയായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മുന്തിരിപ്പാടങ്ങൾ. ഈ കാണുന്നതെല്ലാം മുന്തിരിപ്പാടമാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോഴും ഒരു തടാകം എല്ലാം കാണാം. ഒരുപാട് വലിപ്പമുള്ള തടാകമൊന്നുമല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ ടൗണിൽ നിന്നെല്ലാം മാറി ശരിക്കും തമിഴ്നാടിൻ്റെ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. അതിവിശാലമായ വയൽപ്രദേശവും കൃഷിയിടങ്ങളും വാഴത്തോപ്പും തെങ്ങുംതോപ്പും വലിയ വലിയ മലനിരകളും എല്ലാമായിട്ട് ശരിക്കും ഒരു തമിഴ്നാടിൻ്റെ വൈബ് എത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പൂന്തോപ്പ്. ഇവിടെയൊക്കെ ആയിട്ട് ജമന്തിപ്പൂക്കളുടെ കൃഷിയാണ്. ഒരുപാട് കൃഷികളുണ്ട്. പൂവുണ്ട്, കായുണ്ട്, എല്ലാം ഉണ്ട്. ഏതോ ഒരു സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. കുറച്ചധികം കടകളും വീടും എല്ലാം വന്നിട്ടുണ്ട്. ബസ്സൊന്നും സ്ലോ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ സംഗതി വന്നപ്പോഴും സ്ലോ ആയതാണ്. അതുപോലെ വരുമ്പോഴും ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിയുമല്ലോ, അങ്ങനെ സ്ലോ ആയതാണ്. പക്ഷേ ഇവിടെ കുറച്ചധികം കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ പക്ഷേ ബസ് നിർത്തിയതൊന്നുമില്ല. സ്റ്റോപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. നിർത്തിയില്ല, ബസ് നിർത്തിയില്ല. ഇത് അവിടെ ആയിട്ട് കോഴിപ്പൂവിൻ്റെ എല്ലാം കൃഷിയാണ്. കോഴിപ്പൂവുണ്ട്, ജമന്തിയും ഉണ്ട്. അങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണാം. ഇത് അവിടെ ദൂരെയായിട്ട് ആടിനെ മേയ്ക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കുറച്ചധികം ആടുകൾ നിൽപ്പുണ്ട്. സൂം ചെയ്ത് നോക്കുവാണ്, ഷേക്കായിരിക്കും വീഡിയോ. എന്നാലും കണ്ടില്ലേ, ആ കാണുന്നത് ആട്ടിൻകൂട്ടമാണ്. ഒരു കോളേജാണ് കഴിഞ്ഞത്. ആ കാണുന്നത് കോളേജ് കെട്ടിടമാണ്. അത്യാവശ്യം വലിയൊരു കോളേജാണല്ലോ. ബോർഡ് വായിക്കാൻ വിട്ടുപോയി. കോളേജിൻ്റെ ആർച്ച് വായിക്കാൻ വിട്ടുപോയി. പെട്ടെന്ന് കഴിഞ്ഞു. ഒരാൾ ബസ്സിൽ നിന്നും എഴുന്നേറ്റിട്ടുണ്ട്. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് അദ്ദേഹം എഴുന്നേറ്റത്. യെസ്, അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റ് എത്തിയിരിക്കുവാണ്. ടോൾ ഗേറ്റിനടുത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുവാണ്. സേവാകംപെട്ടി ടോൾ പ്ലാസ അങ്ങനെ എഴുതിയിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ ബസ് ഒരു സൈഡിലൂടെ പോവുകയാണ്. അല്ലാതെ പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബസ്സിന് എവിടെയും നിർത്തണ്ട. അങ്ങനെ നമ്മുടെ ബസ് ടോൾ പ്ലാസയും കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പോകുന്ന വഴിക്കെല്ലാം തെങ്ങുംതോപ്പുണ്ടെന്ന്. ഇവിടെ തൊട്ടടുത്തായിട്ടുണ്ട് തെങ്ങിൻതോപ്പ്. ടോൾ പ്ലാസയ്ക്ക് അടുത്തായിട്ട് ഇതാ സ്നാക്സും ചെറിയൊരു ഹോട്ടലൊക്കെയാണ്. കണ്ടില്ലേ, ഒരുപാട് തിരക്കുള്ള റോഡൊന്നുമല്ല, പക്ഷേ വരുന്ന വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം നെൽകൃഷി കണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം നെല്ലാണ്, നെൽകൃഷി. നെൽവയൽ കുറേ നേരമായിട്ട് കണ്ടില്ലായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു നെൽവയൽ കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ നെൽവയലും കണ്ടിരിക്കുകയാണ്. വീണ്ടും തെങ്ങിൻതോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. തെങ്ങിൻതോപ്പും വാഴത്തോപ്പൊക്കെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വരുന്ന വഴിക്കെല്ലാം തെങ്ങിൻതോപ്പും വാഴത്തോപ്പുമാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ബത്ലകുണ്ട് 3 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ബത്ലകുണ്ട് എന്ന് പറയുന്നത് കൊടൈക്കനാലിൻ്റെ അടിവാരമാണ്. എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ കട്ടർ ഒരു ഹമ്പായിരുന്നു. അങ്ങനെ ബത്ലകുണ്ടെന്ന് പറയുന്നത് കൊടൈക്കനാലിൻ്റെ അടിവാരമാണ്. നമ്മുടെ മൂന്നാറിൻ്റെ അടിവാരം അടിമാലി എന്ന് പറയുന്നത് പോലെ മലയടിവാരമായിട്ട് വരും. വലിയൊരു ടൗണാണ്. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ടൗണാണ് ബത്ലകുണ്ട്.
അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉള്ളെന്ന് ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമലയ്ക്ക് ഇവിടെ നിന്ന് 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡ് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബസ് പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്തു. ഇവിടെയൊക്കെ തൊടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ, തൊടി, ഇന്റർലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. യെസ്, അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബത്തലകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ്. അങ്ങനെ നമ്മൾ ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുവാണ്. ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് ബസ് നിർത്തിയിരിക്കുന്നത്. ചെറിയൊരു ഗോപുരമൊക്കെ ഉള്ള ഒരു അമ്പലമാണ്, തമിഴ്നാടിൻ്റെതായ ശൈലിയിലുള്ള ചെറിയൊരു ഗോപുരം. ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയൊരു ഗോപുരം. ഇതൊരു കട്ട്ചേസ് ബസ്സാണ്. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് അറിയാൻ വയ്യല്ലോ. ഒരുപാട് കടകളൊക്കെ ഉള്ള വലിയൊരു സ്ഥലമാണ് കേട്ടോ ബത്തലകുണ്ട്. നട്ടുച്ചയാണെങ്കിലും ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്, വെയിലിനെ ഒന്നും വക വെക്കാതെ. കോയമ്പത്തൂർ പോകുന്ന ബസ്സാണ്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ ബസ് ബത്തലകുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വളഞ്ഞു കയറുവാണ്. ഇവിടെ നിന്നും 59 കിലോമീറ്ററേ ഉള്ളൂ കൊടൈക്കനാലേക്ക്. ബത്തലകുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കണ്ടക്ടർ പറയുന്നുണ്ട്. ഈ ബസ് എങ്ങോട്ട് പോകുന്നതാണ്? മണ്ണാർക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണിത്. അങ്ങനെ നമ്മുടെ ബത്തലകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്കാരെ ഇറക്കിയിരിക്കുവാണ്. നമ്മുടെ ബസ് വീണ്ടും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ബസ് യു ടേൺ എടുക്കുവാണ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ ബസ് മധുരയ്ക്ക് പോകുന്ന ബസ്സാണ്. മധുരയിൽ നിന്നും കൊടൈക്കനാൽ പോകുന്നത് ഈ ബത്തലകുണ്ട് കണക്ട് ചെയ്തിട്ടാണ്. ഏത് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഈ ബത്തലകുണ്ട് എന്ന് പറയുന്ന സ്ഥലം പാസ് ചെയ്തിട്ടാണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത്. ഈ ബസ് കൊടൈക്കനാൽ പോകുന്ന ബസ്സാണ്, കാണിച്ചു തരാം. ഈ കാണുന്നില്ല ഈ ബസ്, ഇത് കൊടൈക്കനാൽ പോകുന്ന ബസ്സാണ്. അങ്ങനെ നമ്മുടെ ബസ് ബത്തലകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും വീണ്ടും മുന്നിലേക്ക് പുറപ്പെട്ടിരിക്കുവാണ്. വീണ്ടും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിജനമായിട്ടുള്ള സ്ഥലത്തൂടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ആയിട്ട് കാണുന്ന വലിയ വലിയ മലനിരകൾ കാണുന്നില്ലേ? ആ കാണുന്നതൊക്കെ ഒരു പക്ഷേ കൊടൈക്കനാൽ മലനിരകളായിരിക്കാം. പളനി ഹിൽസിന്റെ അണ്ടറിലാണ് കൊടൈക്കനാലെല്ലാം വരുന്നത്. ഹമ്പ് ചാടും. യെസ്, വീണ്ടും നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയിരിക്കുവാണ്. ടൗണിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അകത്തേക്ക് കയറിയത്. ഇനി വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് കയറിയിരിക്കുവാണ്, ബൈപ്പാസിലേക്ക് കയറിയിരിക്കുവാണ്. ഇനിയും വണ്ടി വെച്ച് കത്തിച്ച് വിടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴും നമ്മൾ കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. ആ ഒരു വലിയ വലിയ മലനിരയുടെ കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കി വലിയൊരു തടാകമെല്ലാം കാണാം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെയായിട്ടൊരു വഴി അകത്തേക്ക് കാണുന്നില്ല. ഈ വഴിയാണ് കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴി. ഈ കാറ് പോകുന്ന വഴിയാണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ഒരു വഴിയും കാണാൻ പറ്റി. ഇവിടെ ആയിട്ടൊരു പെട്രോൾ പമ്പ് എല്ലാം ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കട്ട് റോഡ്. അതായത് ഈ കൊടൈക്കനാൽ കട്ട് ചെയ്ത് പോകുന്ന റോഡായതുകൊണ്ടായിരിക്കാം കട്ട് റോഡ് എന്ന് പറയുന്നത്. ഇവിടുന്ന് തേനിക്ക് 32 കിലോമീറ്റർ ഉണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു 32 കിലോമീറ്റർ. ഇവിടെ എല്ലാം മാന്തോപ്പാണ്, കണ്ടില്ലേ? കുറച്ചധികം മാവുകൾ നിൽക്കുന്നത് കാണാം. കുറച്ചൊക്കെ പൂത്ത് നിൽപ്പുണ്ട്, സീസണായി വരുന്നുണ്ട്. മാന്തോപ്പും തെങ്ങിൻതോപ്പും ഉണ്ട്, മിക്സ് ആയിട്ടാണ് കാണുന്നത്. ഇടയ്ക്കായിട്ട് തേക്ക് മരവും കാണാം. അങ്ങനെ മിശ്രിതമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ കട്ട് റോഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോഴാ ഈ റോഡെല്ലാം കണ്ടിട്ട്, ഈ ഒരു സ്ഥലമെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നാഗർകോവിൽ, തെങ്കാശി, പൊള്ളാച്ചി ആ ഒരു പരിസരം എല്ലാം ഉണ്ടല്ലോ, ഏകദേശം ഈ ഒരു ഫീലാണ്. വലിയ വലിയ മലനിരകളും അതിവിശാലമായിട്ടുള്ള വയൽ പ്രദേശങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ. നമ്മൾ നാഗർകോവിൽ പോകുമ്പോഴെല്ലാം കാണാം, കന്യാകുമാരിക്ക് അടുത്തായിട്ടെല്ലാം അതേപോലത്തെ മലനിരകളെല്ലാം കാണാൻ സാധിക്കും. അതേപോലത്തെ ഒരു മലനിര ഇവിടെയും കണ്ടിരുന്നു. അത് ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി പോയപ്പോഴും കുറച്ചധികം മരങ്ങൾ ഫ്രണ്ടിൽ കയറി വന്നായിരുന്നു. മഞ്ഞലാർ ഡാം 8 കിലോമീറ്റർ ഇവിടുന്ന്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിലായിട്ടൊക്കെ പുളിമരം എല്ലാം നിൽപ്പുണ്ട്. പുളിയെല്ലാം പിടിച്ച് നിൽക്കുവാണ്. ഇതാ കണ്ടില്ല, ഇപ്പോൾ ഒരു പുളിമരം വരും, കണ്ടാ? അത് കഴിഞ്ഞു. പോകുന്ന വഴിയിലെല്ലാം പുളിമരങ്ങളുണ്ട്. തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും പുളിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും.
അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പോഴെത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പെരിയകുളം. പെരിയകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് വളഞ്ഞ് കയറുവാണ്. ഇത് ബസ് സ്റ്റാൻഡിലോട്ട് കയറുവാണോ എന്ന് അറിയാൻ വയ്യ. പെരിയകുളം എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ഞാനിതേവരെ വന്നിട്ടില്ല. എന്തായാലും ബസ് വളച്ച് നിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ടൗണാണ് പെരിയകുളം. ഇതാ കണ്ടില്ലേ, ഇവിടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്തായാലും വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. എന്തായാലും ഞാൻ മാറി ഈ ഒരു ഭാഗത്തേക്ക് ഇരുന്നത് കാര്യമായി. ഞാനിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വെയിൽ അടിക്കുന്നില്ല. നേരത്തെ ഇരുന്നത് ബസ്സിന് ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അവിടെ ഭയങ്കര വെയിലാണ് അടിക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണോ എന്നറിയില്ലല്ലോ ബസ്. പെരിയകുളം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് ഓ, ഇവിടെ അടുത്തിരുന്നൊരു ചേട്ടൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണെന്ന്. അപ്പോഴെന്തായാലും നമ്മുടെ ബസ് പെരിയകുളം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്താ സംഭവം? അങ്ങനെ നമ്മൾ പെരിയകുളം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വളഞ്ഞ് കയറിയിരിക്കുവാണ്. ഒരുപാട് വലിയ ബസ് സ്റ്റാൻഡല്ല, ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. വലിയൊരു വാട്ടർ ടാങ്കെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ബസ് പെരിയകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. ഒരു ബസ് ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ പെരിയകുളത്തു നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ പെരിയകുളം ബസ് സ്റ്റാൻഡെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം തേനി എത്താറായിരിക്കുവാണ്. ഇനി 4 കിലോമീറ്ററേ ഉള്ളൂ തേനിക്ക്. തേനി ബസ് സ്റ്റാൻഡ് ആരോമാർക്ക് അകത്തേക്ക് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു 4 കിലോമീറ്റർ തേനിക്ക്. എന്തായാലും ആ ഒരു തേനിയിലേക്ക് പോകട്ടെ. ഇവിടെ നിർത്തി കുറച്ച് ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. തേനി അത്യാവശ്യം വലിയൊരു ടൗണാണ്. കുറച്ചധികം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള വലിയൊരു ടൗണാണ് തേനി. അങ്ങനെ ആ കണ്ട അകത്തേക്ക് ആരോ കണ്ട ആ ഒരു വഴിയിലൂടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ബസ് സ്റ്റാൻഡിലേക്ക് പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുന്നിലേക്ക് പോയി നോക്കാം. യെസ്, അങ്ങനെ നമ്മുടെ ബസ് തേനി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുവാണ്. ഇതായിരിക്കും KSRTC ബസ് കിടന്ന കണ്ടില്ലേ. അങ്ങനെ ഞാൻ തേനി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്ന ബസ്സാണ് ആ നിൽക്കുന്നത്. ഈ ബസ് ഇനി കമ്പം പോവുകയാണ്, കമ്പം. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ആയിട്ടൊരു KSRTC ബസ് കിടക്കുന്ന കണ്ടായിരുന്നല്ലോ. അങ്ങായിട്ടൊരു KSRTC ബസ് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ നിൽക്കുന്ന ബസ് ബോഡിനായ്ക്കന്നൂർ പോകുന്ന ബസ്സാണ്. ആ കാണുന്ന SBT എന്ന് പറഞ്ഞ ബസ്. ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ ബോഡിനായ്ക്കന്നൂർക്ക് പോകാനുണ്ട്. എന്തോ ഒരു രക്ഷയില്ലാത്ത വെയിൽ അടിക്കുന്നതേ. ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എത്രയും പെട്ടെന്ന് മൂന്നാർ എത്തിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിനിപ്പോൾ മൂന്നാർ എത്തുമോ ഒന്നും അറിയാൻ വയ്യ. ചിലപ്പോൾ ഞാൻ ബോഡിനായ്ക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാനിവിടെ ഒരു KSRTC ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നോക്കാം. ഇവിടെ തേനി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടാണ് വന്നത്. അതായത് ഇങ്ങോട്ടേക്ക് വന്ന ബസ് കണ്ടില്ലേ, തേനി. ഇതെങ്ങോട്ടേക്ക് പോകുന്നതാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ആ KSRTC ബസ്സിൻ്റെ സമയം ചോദിച്ചു. 2:15 പുറപ്പെടുത്തേ ഉള്ളൂ. ഇപ്പോൾ സമയം 1:30 ആയതേ ഉള്ളൂ. അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും ബസ്സിൽ കയറി ബോഡിനായ്ക്കന്നൂർ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സത്യത്തിൽ തേനി പരിസരമൊക്കെ ഒന്ന് കറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള വെയിൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെ നിന്ന് 18 കിലോമീറ്ററേ ഉള്ളൂ ബോഡിനായ്ക്കന്നൂർ. അവിടെ ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡ് അടുത്തായിട്ട് നല്ലൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബോഡിനായ്ക്കന്നൂർ ബസ്സിൽ കയറി നമുക്ക് ബോഡിനായ്ക്കന്നൂർ പോവാം. ഇതാ കണ്ടില്ലേ, ഒരു ബോഡിനായ്ക്കന്നൂർ ബസ് വന്ന് നിൽപ്പുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ ഈ ബസ്സിലേക്ക് കയറി ബോഡിനായ്ക്കന്നൂർ പോകാൻ വേണ്ടി പോവുകയാണ്. ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ നമ്മുടെ ബസ് തേനി ബസ് സ്റ്റാൻഡിൽ നിന്നും ബോഡിനായ്ക്കന്നൂരേക്ക് പുറപ്പെടുവാണ്. സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഈ തേനി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലെല്ലാം കാണാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നില്ല. ഇപ്പോൾ സമയം 1:30 ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ ഇവിടെ ആയിട്ട് റെയിൽവേ ട്രാക്ക് കാണാം. തേനി റെയിൽവേ സ്റ്റേഷൻ അപ്പോഴീ പരിസരത്ത് എവിടെ ഉണ്ട്. റെയിൽവേ ഗേറ്റും അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ഫ്ലൈ ഓവറിൻ്റെ തണലുണ്ട്. ആ ഒരു തണലെത്തിയപ്പോൾ നല്ല ആശ്വാസം. പുതിയൊരു ട്രാക്ടർ നോക്കേ, പുതിയ ട്രാക്ടർ. നല്ല പൊടിയുണ്ട് കേട്ടോ.
റോഡിൻ്റെയും പാലത്തിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നത് കൊണ്ട് നല്ല പൊടിയുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 15 രൂപയാണ് തേനി മുതൽ ബോഡി വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ നമ്മൾ തേനി ടൗണിൻ്റെ പരിസരത്തൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. തേനി ടൗൺ കണ്ടില്ല എന്ന് പറയരുത്, കാണിച്ചില്ല എന്ന് പറയരുത്. ഈ കാണുന്നതെല്ലാമാണ് തേനിയുടെ പരിസരം. തേനി ബസ് സ്റ്റാൻഡും പരിസരമൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തേനി ഓട്ടോ സ്റ്റാൻഡ്. തുണിക്കടകളും അതേപോലെ സ്വർണ്ണക്കടകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണിത്. ഈ കാണുന്നത് ഒരു ആർച്ചാണല്ലോ. കാമരാജർ പേരുന്ത് നിലയം. കാമരാജർ പേരുന്ത് നിലയം ബസ് സ്റ്റാൻഡ്. കുറച്ചധികം കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. പഴയ ബസ് സ്റ്റാൻഡ് ഇതാണ്, തേനി പഴയ ബസ് സ്റ്റാൻഡ്. അതിൻ്റെ പേരാണ് കാമരാജർ ബസ് സ്റ്റാൻഡ്. എല്ലാവരും ഈ ബസ്സിലേക്ക് കയറാൻ വേണ്ടി വരുവാണ്. ബോഡിനായ്ക്കന്നൂർ ബസ്സിലേക്ക് കയറാൻ വേണ്ടി എല്ലാവരും തിരക്ക് കൂട്ടി വരുവാണ്. തേനി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആളെ കയറ്റിയ ശേഷം ബസ് പയ്യെ മുന്നോട്ടെടുക്കുവാണ്. അങ്ങോട്ടെല്ലാമായിട്ട് ചെറിയ ചന്തയൊക്കെയാണ്, കണ്ടില്ലേ? പലതരം കച്ചവടങ്ങളെല്ലാം അങ്ങോട്ടായിട്ട് കാണാം. എവിടെയായിട്ട് നോക്കിയാൽ കോളിഫ്ലവർ എല്ലാം ഒരു ചെറിയ ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്നത്. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുവാണ്. അങ്ങനെ നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. കുറച്ച് നേരം കൊണ്ട് പുറപ്പെടുന്നു എന്ന് പറയുന്നെങ്കിലും ഇപ്പോഴാണ് ബസ് പുറപ്പെട്ടത്. സത്യത്തിൽ ഇത്രയും ചൂടിൽ നിന്നും ഒരാശ്വാസം കിട്ടിയത് വണ്ടി പയ്യെ മൂവ് ആയപ്പോഴാണ്. ഒരു ഇളം കാറ്റ് ബസ്സിനകത്തേക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ തേനി ടൗണിലൂടെ ബസ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ കച്ചവടക്കാർക്ക്, വഴിയോര കച്ചവടക്കാർക്ക്. അവരൊക്കെ വെയിൽ കൊണ്ടിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഏസിനകത്തെല്ലാം തക്കാളിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നത് വെയിൽ കൊണ്ടിട്ടാണ്. തണലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടൊന്നും കച്ചവടമൊന്നുമില്ല. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് വഴിയോര കച്ചവടങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബസ് വീണ്ടും കുറച്ചു ദൂരം ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ടൗണെല്ലാം മാറി വീണ്ടും ഗ്രാമത്തിലേക്ക് കടന്നിരിക്കുവാണ്. സത്യത്തിൽ ഇത്രയും നേരം വിശപ്പില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു, ഒരു ബിരിയാണി കഴിച്ചാലോ എന്ന്. അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ സെറ്റ് ചെയ്തപ്പോൾ വിശപ്പ് ആരംഭിച്ചിരിക്കുവാണ്. വിശപ്പായിരിക്കുവാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലതുപോലെ വിശക്കുന്നുണ്ട്. ബിരിയാണിയുടെ കാര്യം മനസ്സിൽ ആലോചിച്ചപ്പോൾ വിശപ്പ് നല്ലപോലെ തോന്നുന്നുണ്ട്. എന്തായാലും ബോഡിനായ്ക്കന്നൂർ എത്തട്ടെ, അവിടെ പോയിട്ട് നമുക്കൊരു ബിരിയാണി വാങ്ങി കഴിക്കാം. ബാക്കി കാര്യം പിന്നെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ്. റോഡിന് ഇരുവശത്തായിട്ടും തണൽ മരങ്ങളെന്ന് പറയാൻ പറ്റില്ല, പുളിമരങ്ങൾ ഇരുവശത്തായിട്ടുമുണ്ട്. അങ്ങനത്തെ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുളിമരമുണ്ട്, തെങ്ങുംതോപ്പുണ്ട്. അതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വഴിയിലൂടെയുള്ള യാത്ര മനോഹരമായിട്ടുണ്ട്. നമ്മുടെ ബസ്സിന് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്, അതായത് ഞാനിരിക്കുന്ന വർഷത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് മലനിരകളുള്ളത്. അത് നോക്കട്ടെ, കാണിച്ചു തരാം. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് വലിയ വലിയ മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നല്ല വരൾച്ചയിൽ നിൽക്കുവാണ്. നോക്കെ, ഒരു പച്ചപ്പ് കാണുന്നതിനേക്കാൾ കൂടുതലായിട്ടും വരൾച്ചയാണ്. മലനിര കംപ്ലീറ്റ് ആയിട്ടും വരണ്ട് നിൽക്കുവാണ്. യെസ്, അങ്ങനെ നമ്മുടെ ബസ് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബോഡിനായ്ക്കന്നൂരിലൂടെയാണ്. ഇവിടെ നിന്നും 700 മീറ്ററേ ഉള്ളൂ, അതായത് ഇനി ഒരു 700 മീറ്ററേ ഉള്ളൂ ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൗൺ ബോഡിനായ്ക്കന്നൂർ ടൗൺ. അങ്ങനെ ഞാൻ ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. ഞാൻ വന്ന ബസ്സാണ് ദ്വാര പോകുന്നത്. ഇവിടെ ആയിട്ട് നിൽക്കുമ്പോൾ വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കും. ഇതാ കണ്ടില്ലേ, ഇതെവിടെയായിട്ട് ഒരമ്മ തണ്ണിമത്തനെല്ലാം മുറിച്ച് വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. എത്രയമ്മ അത്? ഒന്ന് 10 രൂപയുള്ള ഒരു തണ്ണിമത്തൻ. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചധികം പീസുകൾ കടിച്ചങ്ങ് കഴിച്ചു. അത്യാവശ്യം വിശപ്പുള്ളതുകൊണ്ടേ. ഇതെവിടെയായിട്ട് നോക്കേ, ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. അവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ആ ഒരു സിമ്പൽ കണ്ടില്ലേ, എന്ന് വെച്ചാൽ ആ ഒരു മോഡൽ ഋത്തിക് റോഷനും രശ്മിക മന്ദാനയും. അത് കൊള്ളാം അല്ലേ? മലയാളത്തിലും തമിഴിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണി 200 രൂപയായിരുന്നു. ക്വാണ്ടിറ്റി കുറവായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് 70 കിലോമീറ്ററാണ് മൂന്നാറേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് മൂന്നാറേക്ക് ഇപ്പോഴും പുറപ്പെടണോ അതോ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്.
ചിലപ്പോൾ ഇപ്പോൾ തന്നെ പുറപ്പെടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പുറപ്പെടും. എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് വന്നപ്പോഴതോ ദൂരെയായിട്ട് നോക്കേ വലിയൊരു മലനിര കാണുന്നില്ലേ? നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് മൂന്നാറോട്ടെല്ലാം പോകുന്നത്. അതെല്ലാം പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്തായാലും വലിയൊരു വൻമതിൽ പോലെയാണ് അത് കാണുന്നത്. ഒരുപാട് ഹൈറ്റിലുള്ളൊരു വലിയ മല. അങ്ങനെ ഞാൻ ബോഡിനയക്കുന്നവർ മാത്രമായിട്ട് കറങ്ങണോ അതോ മൂന്നാർ വരെ പോയിട്ട് വരണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മൂന്നാർ വരെ പോകുന്നില്ല. ഇന്ന് ബോഡിനയക്കുന്നവർ സ്റ്റേ ചെയ്യുവാണ്. അങ്ങനെ ഞാൻ റൂം എടുത്തു. ഇവിടെ ബോഡിനയക്കുന്നവർ ബസ് സ്റ്റാൻഡ് അടുത്തായിട്ട് തന്നെ ഒരു ലോഡ്ജിലാണ് റൂം എടുത്തത്. 400 രൂപയാണ് സിംഗിൾ റൂമിൻ്റെ ചാർജ്. കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ റൂമിൽ ബാഗെല്ലാം വെച്ചതിന് ശേഷം പുറത്തോട്ടൊന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ബോഡിനയക്കുന്നവർ ചന്ത കൂടുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ആ ചന്തയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ ലോഡ്ജിന് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വ്യാഴാഴ്ച മാർക്കറ്റ് ഉണ്ടെന്ന്. പക്ഷേ ഈ കാണുന്ന കച്ചവടമൊന്നും മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മാർക്കറ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകണമെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. ഇപ്പം സമയം ഞാൻ പറഞ്ഞായിരുന്നല്ലോ 5:45 എന്നാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരു നേരെ വിരുട്ടുന്ന സമയം വരെ കാണുമെന്നൊക്കെ അറിഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് നടന്ന് നോക്കിയിട്ട് വരാം. വൈകുന്നേര സമയം തമിഴ്നാട്ടിലൂടെയുള്ളൊരു വാക്കിംഗ് അതൊരു പ്രത്യേക ഫീലാണ്. ട്രാക്ടറൊക്കെ പോകുന്നല്ലോ, സിമെൻറ്റ് കുഴയ്ക്കുന്ന മെഷീനൊക്കെ ആയിട്ട് പോവുകയാണല്ലോ. ഞാനിങ്ങനെ റോഡ് സൈഡിലൂടെ നടന്നു പോയപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് പേരയ്ക്ക വെച്ചിട്ട് നിൽപ്പുണ്ട് സ്കൂട്ടറിൽ. കണ്ടില്ലേ? പേരയ്ക്ക ഏറ്റവും അധികം പ്രോട്ടീനുള്ളൊരു ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്. റീൽസിലെല്ലാം കണ്ട വീഡിയോയുടെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. KSRTC മൂന്നാർക്ക് പോകുന്ന ബസ്സാണത്. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറുവാണ്. ബോഡിനയക്കുന്നവർ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ് വളഞ്ഞ് കയറുവാണ്. ഞാനിന്ന് പോയില്ല മൂന്നാറ്. കാര്യമെന്ന് വെച്ചാൽ സമയം ലേറ്റായി. നമ്മളവിടെ എത്തുമ്പോൾ ഒരുപാട് താമസിക്കും. പിന്നെ മാത്രമല്ല റൂമിനൊക്കെ തോന്നുന്ന വില കൊടുക്കേണ്ടി വരും. അവരൊരു റേറ്റ് പറയും, അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. രാത്രി സമയം പോയി കഴിയുമ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ മൂന്നാറേക്ക് പോയില്ല. എനിക്ക് മുന്നേ ഒരുത്തൻ നടന്ന് പോവുകയാണല്ലോ കുണുങ്ങി. ഇവിടെ തക്കാളി അനൗൺസ് ചെയ്യുന്നുണ്ട്. തക്കാളി, നാട്ടു തക്കാളി 4 കിലോ 100 രൂപ. ഇതാ അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു അമ്പലം. ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ കുതിരയെ കാണിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ? അതൊരു വ്യത്യസ്തമായിട്ടുണ്ട്. സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഈ കുതിരയുടെ ആ ഒരു രൂപം കാണാറില്ല. അങ്ങനെ ഞാൻ മാർക്കറ്റിൻ്റെ കാര്യം ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഞായറാഴ്ചയും ശനിയാഴ്ചയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇല്ലെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണോ പറയുന്നത് ദൈവത്തിനറിയാം. അപ്പോഴെന്തായാലും നമുക്ക് ഈ പരിസരത്തൂടെയൊക്കെ വെറുതെ ഒന്ന് കറങ്ങി നടന്നിട്ട് റൂമിലേക്ക് പോകാം. അതാണ് ഇപ്പോഴെൻ്റെ നിലവിലെ പ്ലാൻ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തോ ദൂരെയായിട്ട് നോക്കിയാൽ വലിയ വലിയ മലനിരകൾ കാണാം. കേരളം ആ മലയ്ക്ക് അപ്പുറത്തായിട്ടാണ്. നാളെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ മലനിര കണ്ടതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വഴിയുണ്ട്. ഈ വഴി പോകുമ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഏതെങ്കിലും ഒരു മാർക്കറ്റ് പോയി കണ്ടിട്ട് വരാം. പഴയ ഓലയിട്ട ചെറിയ കടകളും അതെല്ലാമായിട്ട് കൊള്ളാം. നമ്മൾ പോകുന്ന വഴിയിൽ ഏത് ഭാഗത്തോട്ട് നോക്കിയാലും ആ ഒരു മലനിര കാണാൻ സാധിക്കും. ദൂരമായിട്ട് കണ്ടില്ലേ? എങ്ങോട്ട് നോക്കിയാലും കാണാൻ സാധിക്കും. മാർക്കറ്റ് കണ്ടില്ലെങ്കിലേ നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. പിന്നെ ഇവിടെ അടുത്തായിട്ടൊരു സിനിമാ തിയേറ്ററുണ്ട്. 2 സിനിമാ തിയേറ്ററുണ്ട്. അപ്പോൾ ഞാൻ റൂം എടുത്ത ലോഡ്ജിന് തൊട്ടടുത്തായിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഒരു സിനിമ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ ചെറിയൊരു മാർക്കറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു മാർക്കറ്റല്ല. സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നത് പോലത്തെ ബിൽഡിംഗ് എല്ലാം ഉള്ളൊരു മാർക്കറ്റാണ്. ഞാൻ ഇങ്ങനത്തെ മാർക്കറ്റല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച വൈബ് ഇതല്ല. എന്നാലും അകത്തോട്ട് കയറിയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ഇവിടെ കേട്ട് നോക്കേ, വെളുത്തുള്ളിയുടെ ആ ഒരു തോലെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ? കാറ്റടിച്ചാലെല്ലാം കൂടെ പറക്കും. ഇതാ കണ്ടില്ലേ? ഇവിടെ ഒരുപാട് വലിയ ഏരിയയിൽ കച്ചവടമൊന്നും ഇല്ല. ഇവിടെ ഒരു ഷട്ടറുണ്ട്, അത് തുറന്നിട്ടുള്ള കച്ചവടമാണ്. ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇത് എവിടെയായിട്ട് നോക്കേ, പശുക്കൾ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെ എല്ലാം ഇലയൊക്കെ തിന്നുകൊണ്ട് നിൽക്കുവാണ്. ഇങ്ങനത്തെ 1-2 കാര്യമുള്ളൂ ഇവിടെ കാണിക്കാനേ. നമുക്കപ്പോഴേ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇത് അങ്ങനെ വീണ്ടും ആ ഒരു മലനിരക്ക് അഭിമുഖീകരിച്ച് വന്നിരിക്കുവാണ്. എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എങ്ങോട്ട് നോക്കിയാലും കാണാമെന്ന്. അവിടെ നോക്കിയാലും കാണാം, ഇവിടെ നോക്കിയാലും കാണാം. കണ്ടില്ലേ? അങ്ങനെ 2 ഭാഗത്തായിട്ടും നോക്കുമ്പോൾ ആ ഒരു വലിയ മലനിരകൾ മതിൽ പോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ എവിടെയായിട്ട് പൂവിൻ്റെ കച്ചവടം. 100 ഗ്രാം 20 രൂപയാണ് വില. ജമന്തിപ്പൂവിന് 120 രൂപ. പൊറോട്ട അടിച്ച് ബലൂൺ കണക്കാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ?
എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. സ്ഥലം കൊല്ലം. പിന്നെന്താ ബൺ പൊറോട്ട എന്നാണ് പറയുന്നത്? ബൺ പൊറോട്ട, സാധാ പൊറോട്ട തന്നെ. എന്തായാലും അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു തട്ടുവണ്ടിയിൽ ചിക്കൻ ഫ്രൈയും അതേപോലത്തെ സംഗതികളെല്ലാം റെഡിയാക്കി വെക്കുവാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫും എല്ലാ ഐറ്റംസും ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ചിക്കൻ്റെ ലിവറും കാടയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇരിക്കുന്നത് കാണാം. ഇതാ കണ്ടില്ലേ, ചിക്കൻ ലിവർ, ചിക്കൻ ലെഗ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. മീനും ഉണ്ട്, കണ്ടില്ലേ, മീനും ഉണ്ട്. കൊഞ്ച് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ട് കൊഞ്ചൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, കൊഞ്ചൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, നല്ല മണമുണ്ട്. ഇവിടെ ആയിട്ട് കാടമുട്ടയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ആവുന്നത്? 4 മണിക്ക്. എത്ര മണി വരെ എടുക്കും? 10 മണി വരെ എടുക്കും. ഓ, രാത്രി 10-11 മണി വരെയൊക്കെ ഉണ്ട്. ഈ ഇത് കാടയല്ലേ? കാട, ബോൺലെസ് മീൻ, അങ്ങനത്തെ പല ടൈപ്പ് മീനുകളുണ്ട്. സ്റ്റാർട്ടിങ് എത്ര പ്രൈസ് ചിക്കൻ അല്ല? അല്ലല്ല, ചിക്കൻ സ്റ്റാർട്ടിങ് എவ்வளோ പ്രൈസ്? 30 ரூபா, 45 ரூபா. ഓ, 45 രൂപ. ആ, അപ്പോൾ 30 രൂപ മുതലുള്ള റേറ്റിനുണ്ട്. 30 രൂപ എന്ന് പറയുമ്പോൾ ബോൺലെസ്സിൻ്റെ ആ എല്ല് മാത്രം ഉള്ളതിനാണ് 30 രൂപ. ഓ, അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. 30 രൂപ, 60 രൂപ, 70 രൂപ, അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കടയാണ്. ഈ കാണുന്ന SBI ബാങ്കിൻ്റെ SBI ബോഡിനായ്ക്കന്നൂർ, അതിനോട് ചേർന്നാണ് ഈ ഒരു ചെറിയ തട്ടുവണ്ടി ഉള്ളത്. അങ്ങനെ ഞാൻ നടന്ന് വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സിനിമാ തിയേറ്റർ എത്തിയിട്ടുണ്ട്, വിക്ടറി സിനിമാസ്. അപ്പോഴവിടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 6:30 ഷോ. ഞാൻ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ നേരെ ഉരുട്ടിയിട്ടുണ്ട്. സമയം 6:30 ആയിട്ടുണ്ട്. മലനിരകൾക്കപ്പുറത്തായിട്ട് സൺസെറ്റിൻ്റെ ആ ഒരു ചുമന്ന ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവിടെ ആയിട്ട് ഒരു ചായക്കടയിൽ ചായ അടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ഞാനങ്ങനെ ഒരു നാട്ടുചക്കര ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെ എനിക്ക് നാട്ടുചക്കര ടീ കിട്ടിയിരിക്കുവാണ്. നമുക്കിത് കുടിക്കാം. കൊള്ളാം, നല്ല ചായ. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴും നോക്കെ നല്ല അടിപൊളി ലഡു, നല്ല നനവുള്ള ലഡു ഇരിക്കുന്നുണ്ട്. എനിക്കിതേപോലത്തെ നനവുള്ള ലഡു ഭയങ്കര ഇഷ്ടമാണ്. ഒരു ലഡു 15 രൂപയാണ് വില. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തിരിക്കുവാണ്. നോക്കെ, നല്ല പുസ്കൊന്നും പറഞ്ഞിരിക്കുന്ന ലഡു, നല്ല നനഞ്ഞ ലഡു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ചായയും നാട്ടുചക്കര ചായയും പിന്നെ ലഡു എല്ലാം കഴിച്ചതിന് ശേഷം തിരികെ റൂമിലേക്ക് വരുവാണ്. ഇനിയിപ്പോഴും ഞാൻ നടന്ന് കറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോഴും നേരെ വിരട്ടി. ഇനിയിപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. വെറുതെ ഒന്ന് ചിലപ്പോൾ ഞാൻ നടന്ന് കറങ്ങാൻ സാധ്യതയുണ്ട്. 2 കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഫ്രീ ആയിട്ടൊരു കുപ്പി വെള്ളം തന്നതായിരുന്നു, പക്ഷേ അതിന് ക്ലോറിൻ്റെ ചെവയുണ്ട്. അതുകൊണ്ട് ഞാൻ 2 കുപ്പി വെള്ളം അല്ലാതെ വാങ്ങിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ റൂമിലേക്ക് കയറുവാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി നാളെ ഇവിടെ നിന്നും ബോഡിനായ്ക്കന്നൂർ ടു മൂന്നാർ വരെയുള്ള യാത്രയാണ് നാളത്തെ വീഡിയോ. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.